നമ്മൾ കൊല്ലത്ത് കല്യാണത്തിന് വന്നപ്പോഴത്തേക്കും ഇവിടെ തന്നെയാണ് ജഡായിപ്പാറ എന്ന് പറയുന്ന സ്ഥലമെന്ന് പറഞ്ഞു. അപ്പോൾ കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട്, ഫോണിലൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ പിള്ളേർക്കും ഭയങ്കര ആഗ്രഹം. അപ്പോൾ ഇവിടെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയാലും ഇത് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അവരൊന്ന് കാണിച്ചുകൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ ഒരാൾക്ക് 555 രൂപയാണ് ഇവർ പറയുന്നത്. മറ്റേ ഈ റോപ്പിൽ കൂടെ കയറി പോകുന്ന 1.5 കിലോമീറ്ററാണ് ഇത് നമ്മൾ ജഡായി പരുത്തിൻ്റെ അടുത്തോട്ട് എത്താനായിട്ട്. അത് 1000 സംതിങ് പടികളുണ്ട്. കുത്തനെ പടിയാണ്. അപ്പോൾ അസുഖമോ കാര്യങ്ങളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ കയറാൻ പാടായിരിക്കും എന്ന് പറയുന്നത്. 3/4 മണിക്കൂർ എടുക്കും അവിടെ വൺ സൈഡ്. അതുപോലെ തന്നെ അത്ര സമയം എടുക്കും അവിടെ ചെല്ലാനായിട്ട്. അതുകൊണ്ട് ഈ സ്ഥാനത്ത് റോപ്പിൽ പോകാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിന് സെപ്പറേറ്റ് പൈസ കൊടുക്കണം. അത് ഇവിടെ മുകളിലാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ പോയി കണ്ടതിന് ശേഷം അവിടെ വീഡിയോസൊക്കെ നമുക്ക് കാണാം. 3/4 മണിക്കൂർ എടുക്കുമെന്ന് പറയുന്നത് നടന്ന് പോരാട്ടെ. 6 മണി വരെ ഉള്ളൂ ഇവിടെ എൻട്രി. 6 മണിയാകുമ്പോൾ നമുക്ക് ഇവിടുന്ന് തിരിച്ചിറങ്ങണം എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് ഞാൻ അവിടെ ചെന്നിട്ട് ഉള്ള കാര്യങ്ങൾ കാണാം. പിന്നെ പോകുന്ന വഴിക്ക് കുറച്ച് കാഴ്ചകളും റോപ്പിൽ കയറുന്നൊക്കെ കാണിച്ചു തരാം. ഇപ്പോഴേ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് ആ എൻട്രി വഴി അകത്തോട്ട് വിടും. അപ്പോൾ നമ്മൾ നടന്നു പോകാൻ എനിക്ക് വയ്യാത്തത് കൊണ്ട് നമ്മൾ ആ ലിഫ്റ്റ് വഴിയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ സെക്ഷനുള്ളവർ ഇപ്പോൾ കയറ്റി വിട്ടു. 2ാം സെക്ഷൻ നമ്മളാണ്. ഇപ്പോൾ ഈ വഴിയാണ് കയറ്റി വിടുന്നത്. 6 മണി വരെ ഉള്ള എൻട്രി. അതിനിപ്പോൾ ഇറങ്ങണം എന്നാണ് പറഞ്ഞേക്കുന്നത്. എങ്ങനെയാണ് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇതിന് കണ്ടതിന് ശേഷം അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാവരും കാണിക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല കയറി കേട്ടോ ആ സാധനത്തില്. അത്രയും പേരാണ് എനിക്ക് മേലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഇതൊരു റൈഡ് പോലെയാണല്ലോ. അവര് ചോദിച്ചു നടന്ന് കയറി പോന്നു. ഇതൊക്കെ ഞാൻ നടന്ന് കയറാൻ എന്ത് കഷ്ടപ്പാട് ഒതുക്കല്ലോ. നഷ്ടമായി പറയല്ലേ. അതെ ഭയങ്കര വൈബാണ് കേട്ടോ. ഭയങ്കര വൈബ്. പേടിയുണ്ട്. അയ്യോ എനിക്ക് ശരിക്കും എന്റെ ഉള്ളിൽ നിന്ന് ഒരു സംഭവം വന്നിട്ടുണ്ട്. ഇടക്ക് നിന്നും പോയി ഇടക്ക് നിന്നിട്ട് ഇങ്ങനെ പൊങ്ങി പോയിക്കൊണ്ടിരിക്കും. ഭയങ്കര പേടിയല്ലടാ. ഇത് താഴത്തോട് നോക്കിയേ. താഴത്തെ ഫീൽ കാണിക്കട്ടെ. ഇത് അത് കണ്ടാലും മനസ്സിലാകത്തുള്ളൂ. സുണ്ടപ്പനൊക്കെ വിറക്കാണ്. സുണ്ടപ്പൻ ചിരിക്കും. നമ്മുടെ ജഡായിപ്പാറയിലേക്ക് എത്തി തുടങ്ങിയിട്ടാ. നമ്മൾ എത്തും. ഇത് കേറി വന്നിട്ട് നമ്മളൊരു 5-6 മണിക്കൂർ എടുക്കുമായിരുന്നു ചേട്ടായി. സംഭവം അടിപൊളിയാണ് കേട്ടാ. ഏതാടാ അത് ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർ വന്ന് ഇറങ്ങാനുള്ള ഇതുണ്ട്. പ്ലെയിൻ ഇറങ്ങാനുള്ള സംവിധാനമാണെന്ന് തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ എഴുന്നേറ്റ് നിൽക്കാമോ? എഴുന്നേറ്റ് നിൽക്കാൻ വരിക. അടുത്ത ഇതൊക്കെ ഉള്ള ആൾക്കാരാണ്. ചില്ലി കാരണമാണ് നമുക്ക് അടുത്ത് കാണാൻ പറ്റുന്നത്. മഞ്ഞിന്റെ അല്ല. പിന്നെ അഭിനയിച്ച കൂട്ടാണ് സുണ്ടു നോക്കോട്ട്. സിനിമാടി നമ്മുടെ സിനിമാടി സുണ്ട സിനിമാടി. അയ്യോ എനിക്ക്
കേറുന്നില്ല, ലോഡും വണ്ടി ഒന്നും കേറുന്നില്ല, അതാണ് കുഴപ്പം. ശരി ഹെലികോപ്റ്റർ ആണ് കേട്ടോ അത്. പക്ഷെ ഇങ്ങോട്ട് വന്നാൽ ഭയങ്കര സ്പീഡിൽ കൊണ്ട് അത് മാറി കേട്ടോ. പോയിട്ട് കണ്ടിട്ട് പോകുന്ന ആൾക്കാരാണ് കേട്ടോ അത്. എന്നെ മാറി ചോദിച്ചത് ഈ സീനിൽ ഇരുന്നോണ്ട് അമ്മക്ക് എങ്ങനെ പാടാൻ തോന്നുന്നു. അവള് ഡാൻസ് കളിക്കും, അതിന് കുഴപ്പമില്ല അവൾക്ക്. ഇവിടെയൊക്കെ മഴ മഴ പെയ്യേണ്ടി ഇവിടെ അതുണ്ടാവും മാമ. അല്ല മഴയാണെ നമ്മൾ നനഞ്ഞിന്നാളും കാണും. നല്ല മഴ ഇവിടെ കയറി നിൽക്കാൻ പോലും ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് കേട്ടോ ഇത്. ഇങ്ങനെ ജടായിപ്പാറ വരണം. സ്പീഡ് കൂട്ടി ഇത് മഴ പെയ്യുന്നുണ്ട്, കട്ടകാലം പിടിച്ച മഴ. ഈ സ്റ്റെപ്പ് കയറാൻ പോണം. നല്ല മഴയാണ്, ദൈവമേ എന്ത് കട്ടമായി പോയി. നല്ല മഴയായിപ്പോയി ഞങ്ങൾ വന്നപ്പോൾ. ചുമ്മാ കട്ടകാലമായിപ്പോയില്ല ദൈവമേ. ആശാനിരിക്കുന്ന ഇരിപ്പ് കണ്ട. ഹായ്, നമ്മൾ വന്ന കഷ്ടകാലം പിടിച്ച കാര്യം. ഇത് എവിടെ ചെന്നാൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഡയലോഗാണ്, നമ്മളെവിടെ പരിപാടി ഒരുപ്പിച്ചാൽ നമുക്ക് ഇതാണ് ഗതി. നമ്മൾ അത്യാവശ്യം ഓടി വന്ന സമയത്ത് ഭയങ്കര മഴയായി. നമ്മൾ ആ ഗരുഡന്റെ താഴെ അതിൻ്റെ ചിറങ്കയിലാണ് കേട്ടോ നമ്മൾ ഇരിക്കുന്നത്, അല്ലേ? അയ്യോ, ഈ കോഴിയുടെ ചിറങ്കയിൽ ഒതുക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. ഇപ്പം നമ്മളെ ഒതുക്കി പിടിച്ചേക്കാണ് വരുന്നത്, നമ്മളെ നനയിക്കാതെ പിടിച്ചേക്കാണ്. എന്നിട്ട് കൊണ്ടുപോയി ക്രിമികടി കണ്ടു ഒന്നും തന്നെ കണ്ടോണ്ട് ഹായ്, ഇതേ മഴയാണ്, നല്ല മഴയാണ്. സുണ്ടൂടെ വാ, സുണ്ടു ഇവിടെ വന്നേ. സുണ്ടൻ ഈ ചക്കക്കൂട്ടം അങ്ങനെ കുഞ്ഞുങ്ങളെ പോലെ കിടന്ന് അറുമാന്തിക്കാണ് കേട്ടോ. ആ വരുന്നത് കണ്ടു. ആ ആ ആ പരുന്നിട്ട് ഓരോ വശങ്ങളാണ്. നമ്മൾ കണ്ടു എന്താ പറയുക, ഗുഹയാണോ തോന്നുന്നു കേട്ടോ. എന്താ ശരിക്കും പറഞ്ഞാൽ ഇരിക്കും പോലെ കിടക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഒരു ഗുഹ പോലെ കാണുന്നുണ്ടോ. പക്ഷെ നല്ല എന്തോ ഒരു ആർട്ടുണ്ട് അതിൻ്റെ അകത്ത്. പക്ഷെ അത് അകത്തോട് കടത്തി വിടുന്നില്ല. ഞാനിപ്പോൾ ചോദിച്ചു, ഇത്ര പേയ്മെൻ്റൊക്കെ മേടിക്കുമ്പോൾ ഇത്ര ആൾക്കാർ കയറ്റി വിടാത്ത എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എല്ലാവരും അത് ചോദിക്കുന്നുണ്ട്, കാരണം നല്ല പേയ്മെൻ്റ് ഉണ്ട് ഇവിടെ കയറുന്നതിന്. ഒരാൾക്ക് വരുന്നത് 555 രൂപയാണ് നമുക്ക് ഇവിടെ ഒന്ന് കയറുന്നതിന് വരുന്നത്. പക്ഷേ ഇവിടെ കയറി വരുമ്പോൾ നമ്മുടെ വിചാരം ഇതിനകത്തൊക്കെ കയറാൻ പറ്റും, എല്ലാം കാണാൻ പറ്റും. പക്ഷെ അതിനകത്തൊന്നും കയറ്റുന്നില്ല, സമ്മതിക്കത്തില്ല കയറാനൊന്നും. മറ്റേ ഗരുഡൻ്റെ തല കേട്ടോ, തലഭാഗമാണിത്. ശരിക്കും കരിങ്കല്ലിൽ ഒറ്റ ശില്പമായിട്ട് കുത്തി എടുത്തേക്കുന്നതാണ്. ഇത് വേറെ സാധാ വർക്കൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ നല്ല ഭംഗിയുണ്ട്, സംഭവം കാണാൻ അടിപൊളിയാണ്. നമ്മളെ ഇതിൻ്റെ അകത്തോട്ട് എൻട്രി സമ്മതിക്കുന്നില്ല, അതാണ് എനിക്ക് ആകെ സങ്കടമായി പോയത്. കാരണം അവിടെ എഴുതി വെച്ചിട്ടുണ്ടോ വർക്ക് നടക്കുകയാണ് എൻ്റെ അകത്തെന്നാണ് പറയണത്. അതാണ് നമ്മൾ ഇത്ര ആൾക്കാർ ഇത്രയും ദൂരത്തു നിന്നൊക്കെ വരുന്നതല്ലേ, അവർ കാണാൻ ആഗ്രഹിച്ച് വരുന്നല്ലേ. ഇതിപ്പോൾ കയറ്റാത്തതുകൊണ്ടൊരു ബുദ്ധിമുട്ട് തോന്നി. ആ പോട്ടെ, അതിന്റെ കാല് കണ്ടു.
നല്ല ഭംഗിയാണ് കേട്ടോ. ഏറ്റവും ഹൈയിലാണ് നമ്മൾ നിൽക്കുന്നത്, ഏറ്റവും താഴെയാണ് കാണുന്നത്. പക്ഷെ അവിടെ ഒരു പാറ കാണുന്നുണ്ട് കേട്ടോ. എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിഞ്ഞുകൂടാ. നമ്മളിപ്പോൾ ആദ്യമായിട്ട് വന്നതായതുകൊണ്ട് അമ്മ കയറല്ലേ. ഇതിൻ്റെ അകമാണ് കേട്ടോ കാണുന്നത്. സ്ഥലം ലുക്കുള്ള സ്ഥലമൊക്കെയാണ്. പക്ഷെ ഇതിവിടെ ഷൂട്ട് ചെയ്യാനോ കയറാനോ ഒന്നും സമ്മതിക്കൂല കേട്ടോ. കഥ എന്താണെന്ന് ചോദിച്ചാൽ, രാവണൻ പണ്ട് സീതനെ തട്ടി എടുത്തുകൊണ്ട് കടന്നു കളഞ്ഞ സമയത്ത് നമ്മുടെ ജടയു വന്ന് തടയുകയുണ്ടായി. തടഞ്ഞപ്പോൾ സമയത്ത് രാവണൻ വെട്ടി ആ വെട്ടേറ്റ് വീണ സ്ഥലമാണിത് എന്ന് അറിയപ്പെടുന്നത്. അങ്ങനെയാണ് ഇതിന് ജടയു എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. ജടയു പാറയെന്ന് അറിയപ്പെടുന്നത്. ജടയു തടഞ്ഞതാണ് നമ്മൾ രാവണനെ സീതനെ കൊണ്ടുപോകരുത്, ഹരിതേ ഹരിതേ എന്ന് പറഞ്ഞ് തടഞ്ഞതാണ്. തടഞ്ഞു കഴിയുമ്പോഴത്തേക്കും പുള്ളി ഒരു ഒറ്റ വെട്ട് കൊടുത്ത് വെട്ടിയ വഴിക്ക് അയ്യോ പറ്റോനെ എന്ന് പറഞ്ഞ് വീണതാണ്. ആ മലന്നുള്ള കിടപ്പാണ് കാണുന്നത്. വെട്ടേറ്റ് ഇങ്ങനെ കരയുന്ന സീനാണ് കാണുന്നത്. കണ്ട, ഇതാണ് അതിൻ്റെ ഐതിഹ്യം. ഇതാണ് കേട്ടോ ഇവിടെ പറയുന്നത്. ഇതാണ് കാരണം വെട്ടേറ്റ് വീണത്. ആ മോടെ തന്നെയാണ് പുള്ളിക്കാരൻ കിടക്കുന്നത്. ഇതേ കുരങ്ങനിക്കണ്ട രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമായി പോയ കേട്ടോ. ഇവിടെ തന്നെ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിന്റെ ഐതിഹ്യം എന്നാന്ന് അറിയില്ല, നോക്കാൻ കയറി. ശരിക്കും പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയൊരു പക്ഷിപ്രതിമയാണ് കേട്ടോ ഇരിക്കുന്നത്. നമ്മളൊക്കെ എടുത്തോണ്ട് എന്നിട്ട് ഒരു അകത്ത് ലൈറ്റ് ചുമ്മാ കറണ്ട് കാശ് കിട്ടാനായിട്ട് വല്ലനെ അരിശം വന്നിരിക്കുകയാണ്. എൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ നല്ല രസമുണ്ട്. അതാണ് കൊച്ചിനെ അരിശം വന്നത്, വേറെ ഒന്നല്ല. എൻ്റെ അകത്തൊരു ഗുഹ പോലെയൊക്കെയാണ്, നല്ല ഭംഗിയുണ്ട്. കാരണം നമ്മൾ എൻ്റെ അകത്തോട്ട് വീഡിയോ പോയിട്ട് ഫോൺ പോലും അവിടെ അടുപ്പിക്കാനായിട്ട് സമ്മതിക്കുന്നില്ല. എന്താണാവുക. നമ്മൾ നേരത്തെ ഒക്കെ ഓണാക്കിക്കോണോ? നമ്മൾ നേരത്തെയൊക്കെ എവിടെയെങ്കിലും പോകണമെങ്കിൽ എല്ലാ ആഴ്ചയിലും 300 രൂപ 200 രൂപയൊക്കെ വെച്ച് സൂക്ഷിച്ച് വെച്ചാണ് ഓരോ സ്ഥലം. കാരണം അത് ആതിരപ്പള്ളി വാകച്ചാൽ വാഗമൺ ഇത്രയൊക്കെ നമ്മൾ പോയി കണ്ടിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ കല്യാണത്തിന് വന്നുകൊണ്ട് ഇതൊന്ന് കാണാൻ പറ്റി. ഒത്തിരി സന്തോഷമുണ്ട് അതിൽ. ഞാൻ ഓർത്തേ ഇല്ലായിരുന്നു ഈ സാധനം എനിക്ക് കാണാൻ പറ്റുമെന്ന്. ഞാൻ യൂട്യൂബ് ചാനലിലൊക്കെയാണ് നമ്മളിത് കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ നേരിട്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഒത്തിരി സന്തോഷം. പിള്ളേർക്ക് ഭയങ്കര സന്തോഷമായി. കൊച്ചു പറയണത് അത് കൊക്കാണെന്ന്. അപ്പോൾ ഞങ്ങളുടെ കൂടെ വന്ന് അവൻ പറയുന്നത് കൊക്കല്ല പൊന്നെ, അത് കാക്കയാണെന്ന്. അങ്ങനത്തെ വെറൈറ്റി ഐറ്റങ്ങളാണ് ഇവിടെ ഉള്ളത്. നമ്മൾ കൂടെ വന്നത് നമ്മളും എല്ലാം ഓരോ ഇതിൽപ്പെട്ട തന്നെയാണ്. എന്നെ ഒത്തിരി സന്തോഷമുണ്ട് ഇത് കാണാൻ പറ്റിയതിൽ. ഇപ്പോൾ സന്ധ്യയായി, ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയുന്ന ടൈമായി. നമ്മൾ ഇറങ്ങിപ്പൊടി എന്ന് പറഞ്ഞതിന് മുന്നേ നമ്മൾ ഇറങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചു. എന്നാലും ഇതൊക്കെ വന്ന് കാണാനും കേൾക്കാനൊക്കെ ദൈവം ഒരു ഭാഗ്യം ഉണ്ടാക്കുന്നതിന് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻ്റ് അടിക്കുക. താങ്ക് യു. ലൈറ്റൊക്കെ ഇട്ട് കേട്ടോ. ഇറങ്ങി പൊക്കളാനുള്ള സിഗ്നലാണെന്ന് തോന്നണം. 6 മണി വരെ ഉള്ളൂ. ഇതാണ് നമ്മുടെ ജഡായിപ്പാറ. സൂപ്പർ. ഭയങ്കര ആഗ്രഹമായിരുന്നു ഇപ്പോൾ ഒന്ന് വരണം. ഇത് എത്ര അടുത്ത് വന്നപ്പോൾ ഒന്ന് കയറിയില്ലെങ്കിൽ അതെന്തിനാടാ കഞ്ഞിയും വെള്ളം ഒന്നും കുടിക്കണ്ടേ? ശരി. 6 മണി കഴിഞ്ഞോട് ആരും വേണം ഇരുന്ന് കാണുകയല്ല. 6 മണിയാകുമ്പോൾ ഇറക്കി വിടുമല്ലോ മൊത്തം ആൾക്കാരെ. ചേട്ടാണ് നിപ്പൊക്കെ കണ്ടോ? ചേച്ചടേ പുള്ളി ഹാണ്ട് ഫുട്ബോൾ കളിക്കാൻ ഇതിലിറങ്ങി നിൽക്കുന്ന പോലെ. അതെ അതെ അതെ, ഇവിടെ കിടന്നല്ലേ മെയിൻ അടിക്കലുള്ളൂ. മറ്റേ ഇറങ്ങിപ്പോകാനുള്ള സാധനത്തെ കയറിയാൽ തീർന്നു.
ഇങ്ങനെ കുത്തിനെ ഇറങ്ങിപ്പോണ്ട് ഫാസ്റ്റ് പോകാ നെഞ്ചിനകത്ത് എന്തൊക്കെ കേറിയപ്പോ തന്നെ എനിക്ക് ഏതാണ്ട് കുളിരി കയറിട്ട് ഏതാണ്ട് അതിനെ ഫ്രിഡ്ജിൻ്റെ അകത്താണോ കൊച്ചു കയറിയിരുന്നത്? റോഡ് കണ്ടോ അവിടെ? സുണ്ടു ഹായ് സുണ്ടു സുണ്ടു വന്ന് പറ സുണ്ടു വന്ന് പറ ഹായ് സുണ്ടു വന്ന് പറ ഒരു പാട്ട് പാടിയുണ്ട് ഒരു പാട്ട് പാട് പാട്ട് പാട് ആ ലൈറ്റൊക്കെ ഇട്ട് കേട്ടോ ഇറങ്ങി പൊക്കളാനുള്ള സിഗ്നലാണെന്ന് തോന്നണം 6 മണി വരെ ഉള്ളൂ ഇതാണ് നമ്മുടെ ജഡായിപ്പാറ സൂപ്പർ ഭയങ്കര ആഗ്രഹമായിരുന്നു ഇപ്പോൾ ഒന്ന് വരണം ഇത് ഇത്ര അടുത്ത് വന്നപ്പോൾ ഒന്ന് കയറിയില്ലെങ്കിൽ അതെന്തിനാടാ കഞ്ഞിയും വെള്ളം ഒന്നും കുടിക്കണ്ടേ? ആ ശരി 6 മണി കഴിഞ്ഞോട് ആരും വേണം ഇരുന്ന് കാണുകയല്ല 6 മണിയാകുമ്പോൾ ഇറക്കി വിടുമല്ലോ മൊത്തം ആൾക്കാരെ. ആ ചെറുകിന്റെ ഡീപ്പ് വിളിച്ചു ചേട്ടാണ് നിപ്പൊക്കെ കണ്ടോ ചേച്ചടേ? പുള്ളി ഹാണ്ട് ഫുട്ബോൾ കളിക്കാൻ ഇതിലിറങ്ങി നിൽക്കുന്ന പോലെ. അതെ 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 ഇവിടെ കിടന്നെ മെയിൻ അടിക്കലുള്ളൂ മറ്റേ ഇറങ്ങിപ്പോകാനുള്ള സാധനത്തെ കയറിയാൽ തീർന്നു. അത് തിരിച്ചു നല്ല പാടായിരിക്കും കേട്ടോ. ഇങ്ങനെ കുത്തിനെ ഇറങ്ങിപ്പോണ്ട് ഫാസ്റ്റ് പോകാ നെഞ്ചിനകത്ത് എന്തൊക്കെ കേറിയപ്പോ തന്നെ എനിക്ക് ഏതാണ്ട് കുളിരി കയറിട്ട് ഏതാണ്ട് അതിനെ ഫ്രിഡ്ജിൻ്റെ അകത്താണോ കൊച്ചു കയറിയിരുന്നത്? ഇത് മഴ ഇതവിടെ ഉണ്ട് ദേടി ഞാൻ വിചാരിച്ചോട്ടെ ഇത് വെള്ളമാണെന്ന് കേട്ടോ വിചാരിച്ചു പച്ചക്കറി കിടക്ക് വെള്ളമാണ്. ഇത് വെള്ളമല്ല കേട്ടോ ഇത് തറയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഞാൻ ഇത്ര നേരം കണ്ടതിൽ മലയാളികൾ കുറവാണ്. പുറം രാജ്യത്ത് നിന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് കൂടുതൽ. പാറ നമ്മളിപ്പോൾ ഇതിലേക്കാണ് വന്നത്. മാർക്കടി അതിന് മോൾക്കൂടെ നമ്മളിപ്പോൾ വന്ന വഴിയാന്ന് തോന്നട്ടാ കാണുന്നത്. അവിടെ നിന്ന് കണ്ടപ്പോഴാണ് നമ്മൾ പറഞ്ഞാണ്ടാണ്ടാണ് അതുകൊണ്ട് അത് കണ്ടുപോകുമ്പോൾ കാർ ചെയ്ത് പിള്ളേർ.
ഇതേ മഴ ഇതവിടെ ഉണ്ട്. നേടി ശരിക്കും പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയൊരു പക്ഷിപ്രതിമയാണ് കേട്ടോ ഇരിക്കുന്നത്. അമ്പലമുണ്ട്, നമുക്ക് നോക്കാം കേട്ടോ. ചിപ്പൊക്കെ രാമ എന്തും സുഹൃത്തുന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. രാമൻ്റെ അമ്പലമാണ്. രാമൻ്റെ അമ്പലമാണ് കേട്ടോ. വഴിപാടും കാര്യങ്ങളൊക്കെ ചിലരുടെ പൈസ കാര്യങ്ങളൊക്കെയാണ്. ഇങ്ങോട്ട് കയറിയപ്പോൾ സത്യം മനസ്സിന് ഭയങ്കര മനസ്സിനൊരു കുളിർമ പോലെയൊക്കെ തോന്നി കേട്ടോ. അവിടെ എന്നേക്കാൾ ഒത്തിരി ഇപ്പുറത്തോട്ട് വന്നപ്പോൾ മനസ്സിനൊക്കെ ഒത്തിരി ഒരു ആശ്വാസം പോലെ നല്ലൊരു പാട്ടൊക്കെ കേൾക്കുന്നുണ്ട് താമ്പറത്തിന്. ഇങ്ങനെയൊന്നും എൻ്റെ നമ്മളെക്കാൾ സുന്ദരിയാ കുരങ്ങ്. പിന്നെ സുന്ദരിയാണ് കുരങ്ങ്. എന്താണ് ഇവിടെ ഇത്ര സ്നേഹിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നത്? അവള് പറഞ്ഞേ അമ്മച്ചി എടുത്ത അസുഖമാണ്, അമ്മ എൻ്റെ കൂടെ വരുവാണ് ഐസ്ക്രീം മേടിച്ച് തരാമെന്ന് പറഞ്ഞാണ് ഇങ്ങനെ കുട്ടിപ്പിടിച്ചൊക്കെ ഇരിക്കുന്നത്. നമ്മൾ തിരിച്ചു പോകാമെന്ന് വെച്ചാ ടിക്കറ്റ് വേണമല്ലേ? ടിക്കറ്റൊക്കെ ഞാൻ നോട്ടീസ് കളയും പോലെ കളഞ്ഞേനെ ഇപ്പോൾ. നമ്മൾ ഇറങ്ങി പോയെന്നുള്ളതിന് തെളിവായിരിക്കും ചേട്ടായി. കേട്ടോ ചേട്ടേ, നമ്മൾ ഇറങ്ങി ഇവിടെ നിന്ന് ഇറങ്ങി പോയെന്നുള്ളതിന് തെളിവായിരിക്കും അത്. പറഞ്ഞോ അതിലും തട്ടല് കിട്ടാ അതുപോലെ ചെയ്യല്ല. അപ്പൊ തുറന്നു പോകും. ഈ സാധനം അങ്ങോട്ട് പോകുമ്പോൾ സ്പീഡ് ഭയങ്കര ചെയ്യേ ഇവിടെ കുഴപ്പമില്ല. അവിടെ ചെല്ലുമ്പോഴാ സ്പീഡ് പോകാം. ആ സാധനമില്ലേ, ആ ഇറക്കിന് ചെല്ലുമ്പോ ഭയങ്കര സ്പീഡായിരിക്കും. അപ്പുറത്ത് ചെല്ലുമ്പോ സ്പീഡ് കൂടെ, എന്നാലും എന്തോ ഭയങ്കര പ്രോബ്ലം. വയറ്റിന് എന്തോ പോണ പോലെയൊക്കെ തോന്നും. അപ്പൊ എഴുന്നേറ്റ് പിടിച്ചിരിക്കണം. പിടിക്കണമെന്ന് പറഞ്ഞില്ല. അമ്മേ
ഇത് ഇന്ത്യൻ സാധനം കൊച്ചായിരുന്നു. ഇത് ഈ ICU വാർഡിലോട്ട് കൊണ്ടുപോകണ പേഷ്യന്റ് കരയും പോലെ. അമ്മേ ഇനി കുഴപ്പമില്ല. ഇനി അടുത്ത കാലത്തേക്ക് പോകുമ്പോ മാത്രം പ്രശ്നമുള്ളൂ. ഇപ്പൊ ഇതാണ് പോണത്. ഞാൻ പേടി ഉള്ളി ഒതുക്കി എനിക്ക് ഇങ്ങനെയുള്ള സാധനമൊക്കെ ആകുമ്പോ ഭയങ്കര കാര്യം. സുണ്ടപ്പഴൊന്നുമില്ല. സുണ്ടപ്പ നേരത്തെ കുത്തി. സുണ്ടു പേടിയുണ്ടോടാ? പണ്ട് ഈ സാധനം ഇരുന്നപ്പോ അതില് നടന്നാ വന്നത് കണ്ടത്. അതിലൂടെ നടന്നു വരും പണ്ട് ഈ സാധനം. ആ നേരെ ഇല്ല, ഇതിലാണ് നമ്മൾ നടന്ന് കയറി വരുന്ന വഴിയാണ്. ഇപ്പൊ കയറ്റി വീടുവരിക്കോടുമ്പോ ഇതിൽ നടന്നു വരണമെന്നാ അവര് പറഞ്ഞത്. ഇന്ന് വീടാ കംപ്ലൈന്റ്. ഇനി അടുത്ത ജമ്പിയാണ് കിടന്നത്. അയ്യോ ഇനി അടുത്ത അത് ചെയിൻ എന്തോ മാറുന്നതാണ്. ഇനി അടുത്ത മുകളിൽ താഴ്ത്താട് പോകുമ്പോഴേ പണിയാണ്. ഏറ്റവും മുകളിൽ കയറി പോകുമ്പോ ഈ താഴത്തൊക്കെ അവര് വന്ന് പുറകിൽ ഇടിക്കുവോ? പുറകിന്ന് ചില്ല് വന്ന് ഇടിക്കുവോ? പൊന്നുമോനെ എന്റെ കുഞ്ഞ് താഴെ പോയിട്ട് ദൈവമേ. ചുമ്മാ പൊട്ടിപ്പോ ചെറിയ മര്യാദക്കിരുന്നാട്ടാ. അപ്പുറത്തൊക്കെ അതൊക്കെ തന്നെയാണ്. അവരെ പേടിച്ചിരിക്കും. ഇന്നും പോയി പാടി പാടി ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തണം. ചെമ്പിയാണ് ഈ സാധനം. ഓർപ്പിക്കണമെന്ന പരിപാടിയാണ്. എന്റെ അമ്മ ജഡായി പാറ വന്നിട്ട് ഇതില് കാശ് കൊടുത്താൽ മുതൽ ഇത് മാത്രം കേട്ടോ. ഞാൻ നോക്കി എനിക്ക് വിറയിക്കണ. ഞാൻ മര്യാദ വണ്ടിയിൽ നമ്മളാണ് വണ്ടി വണ്ടിക്കാരൻ പുള്ളി ഞാൻ സമ്മതിക്കാതെ കയറി പോകുന്നത്. ഇപ്പൊ പുള്ളിയും പെട്ടെന്ന് എനിക്ക് വണ്ടിയാണ് ഇവിടെ നിന്നും പോയി പണ്ടവിടെ മരം ചെമ്പിയത് പോണതാ. എനിക്ക് തോന്നുന്നു ഇത് ഭയങ്കര ഹൈറ്റ് ഉള്ള സ്ഥലത്ത് വന്നപ്പോ ഇവര് സ്ലോ ആക്കുന്നാന്ന് തോന്നുന്നു, പേടിക്കാതിരിക്കാൻ വേണ്ടി. ആയിരിക്കും പാട്. അല്ലെങ്കിൽ ഇതിങ്ങനെ പൊന്നിതുണ്ട്. അപ്പൊ ഇത് കുത്തനെയല്ലേ കിടക്കണം. അതുകൊണ്ടാണ് അവർ അങ്ങനെ ആക്കിയത്. അത് തന്നെയല്ല തിത്തിത്താരം കളിച്ചത് പോകുന്നത്. ഇതെന്താ ഇങ്ങനെ ആടുന്ന കിടന്ന് ഈ അമ്മൂമ്മമാരുടെ പല്ലാണ് പോലെ. പേടിയാവട്ടെ അമ്മൂമ്മമാരുടെ പല്ലാണ്ടുണ്ട്. അപ്പുറത്തോട് സാധനം കയറുമ്പോ ടാറ്റ കൊടുക്കും അവർക്ക്. ടാറ്റ കൊടുക്കും. അവിടെ ആരും ഇല്ല. 6 മണി വരെ ഒന്നും ഇഷ്ടമില്ല. കൊണ്ടുവരാനായിട്ട് പോകുന്നത്. ഇപ്പൊ ഉള്ള ആൾക്കാരുണ്ട്. വേഗം കണ്ടിട്ട് ഇറങ്ങി പോകാനായിട്ടായിരിക്കും. അധികാരം നിൽക്കാൻ പറ്റത്തില്ലായിരിക്കും. പക്ഷെ 6 മണി എന്നപ്പോ വെറുതെ പറഞ്ഞു. ഇപ്പൊ തന്നെ 6 മണിയായി. വീഡിയോ എടുത്തോണ്ട് നമ്മള് വീഡിയോ എടുക്കാം. കൊല്ലത്തൊരു കല്യാണത്തിൽ നിന്നുകൊണ്ട് ജഡായി പാറ കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ജഡായി അല്ല തോന്നുന്നു. ജഡായി ആണെന്ന് തോന്നുന്നു. ജഡായി പാറ